ഹലോ നമസ്കാരം. നമുക്ക് ഈ കർക്കിടക മാസത്തിലൊക്കെ കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഇലകൾ ചേർത്തിട്ടുള്ള ഒരു തോരനാണ് ഞാൻ ഇവിടെ വെക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് ക്യാബേജ് കൂടി ഇത്തിരി ഇട്ടിരുന്നു. ക്യാബേജ് നല്ല ഗുണമാണ്. ക്യാബേജ്, ഇതൊരു പ്രഷർ ചീര എന്ന് പറയും, പിന്നെ പയറിൻ്റെ ഇല, ഇത്രയാണ് ഞാൻ ഇതിനകത്ത് ചേർത്തേക്കുന്നത്. അപ്പോൾ ഞാനത് കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുകൂടി ഞാനൊന്ന് അരിഞ്ഞ് ചേർക്കട്ടെ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. നമ്മളൊരു ചീനിച്ചട്ടി, ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയാണ്. ഇതിലേക്ക് കുറച്ച് നെയ്യാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എല്ലാത്തിനും നമുക്ക് നെയ്യ് കുഴപ്പമില്ല, നെയ്യ് കഴിക്കുന്നതുകൊണ്ടൊരു കുഴപ്പമില്ല. നമ്മൾ നെയ്യാണ് ചേർത്തിട്ടേക്കുന്നത്. ഇതിലേക്ക് ചിലപ്പോൾ കടുക് കൂടി എടുക്കാം. മുളകൊന്നും ഇടണമെന്നില്ല, ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് മുറിച്ച് വെച്ചേക്കുന്നത് കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേന് നമുക്ക് ഈ ഇലകൾ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങി നമുക്ക് ഈ ഇലകൾ ഇതും കൂടെ ചെറിയ കാണത്തുള്ളൂ. ഇത് പറ്റി വരുമ്പോൾ ഒരാൾക്ക് 2 പേർക്കൊന്നുകൂടി നേരം കഴിക്കാനുള്ളത് കാണും. ഞാൻ അപ്പം ഫ്രഷായിട്ട് പിച്ചി എടുത്തിട്ടാണ് വെക്കുന്നത്. ഇത് കൂടെ നമുക്ക് ഒരു പരിപ്പ് ചീര എന്ന് പറഞ്ഞ ചീരയുണ്ട്, അത് ചേർക്കാം. ഈ മാസം കഴിഞ്ഞാൽ, മഴക്കാലം കഴിഞ്ഞാൽ നമുക്ക് മുരിങ്ങയില ചേർക്കാം, ചീരയില ചേർക്കാം. ഇത്രയേ ഉള്ളത്. പറ്റി കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല. ഇതിലേക്ക് സ്വല്പം ഉപ്പ് നീരൊഴിച്ച് കൊടുക്കാം. ഉപ്പ് നീരായിരിക്കുന്നില്ല, ഇത്തിരി ഉപ്പ് നീരൊഴിച്ചാൽ മതി. എന്നാൽ ഇലയൊന്ന് ചുരുങ്ങുമ്പോൾ ഉപ്പൊന്ന് കുറയും, ഭയങ്കര ഉപ്പാവും. ഇങ്ങനെയൊന്ന് വെച്ചിട്ട് നമുക്ക് കൂടുതൽ ഇത് ചെയ്യണ്ട. അത് കൂടുതൽ ചെയ്താൽ അതിൻ്റെ ഗുണമൊക്കെ നമ്മൾ അരപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി വെളുത്തുള്ളി, ചെറിയ ഉള്ളി, തേങ്ങ, ഇത്രയും കൂടെ ജീരകം, ഇത്രയും കൂടെ അരച്ചതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. അരച്ച് ചേർത്ത് നമുക്കൊന്ന് തട്ടിപ്പൊട്ടി ഇങ്ങനെ വെക്കാം. ഇപ്പോൾ ഇലക്കാട്ടിയും കൂടുതൽ അരപ്പുണ്ട്. ഇത്ര അരപ്പൊന്നും വേണ്ട, കുറച്ചും കൂടെ അരപ്പ്. പക്ഷേ അരപ്പ് കൂടുതലുള്ളിടത്തോളം നമുക്ക് നല്ല ടേസ്റ്റിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നമുക്കൊന്ന് അടച്ച് വെച്ച് തരും. ഒത്തിരി നേരം ഇതൊന്ന് അടച്ച് വെച്ച് തരും. ഇതിൽ ഉപ്പ് കുറവായിരുന്നു, അതിൻ്റെ സ്വല്പം ഉപ്പ് കൂടി ഒഴിക്കാം. ഇനി ഇതിന് ഫ്രൈ ആയിപ്പോണ്ടിച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇത്രേ ഉള്ളൂ. നമ്മുടെ അടിപൊളി ഈ ഇലത്തോരൻ ശരിയായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. അടിപൊളി ടേസ്റ്റാണ്. കണ്ടോ, എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക് യു.